ഗോൾ എന്ന് പറയുമ്പോൾ ഇതൊരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം കയറി കണ്ട പടമാണ്. കാരണം അത്ര വലിയ പടമൊന്നും അല്ലാത്തതുകൊണ്ട് തീരെ എക്സ്പെക്റ്റേഷൻ ഇല്ല. ഒരു സാധാരണ പടം എന്ന രീതിയിൽ കണ്ടതാണ്. പക്ഷേ ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ് പടം. നമ്മൾ പണ്ട് ഒരിടയ്ക്കൊക്കെ തമിഴിൽ നിന്ന് സ്ഥിരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ഫീലുള്ള നല്ലൊരു നീറ്റ്ലി റിട്ടൺ, നീറ്റ്ലി വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ചെറിയ ബഡ്ജറ്റ് വെച്ച്, ചെറിയൊരു പ്രിമൈസ് വെച്ച്, ഒരു IT കമ്പനി, അവിടെ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററി, അതാണ് ഈ സിനിമ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത്. സോ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ ത്രൂ ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് ആൻഡ് എൻഗേജിങ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ തുടക്കം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഓക്കെ, ഈ ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു പാറ്റേൺ, ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെയാവും ഈ സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് സിനിമ ഡീവിയേറ്റായി. പല നല്ല റെഫറൻസുകൾ വെച്ചും നല്ല തറവായിട്ട് സ്റ്റഡി ചെയ്ത് ഇരുന്ന് എഴുതിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നി. ആൻഡ് സ്ക്രിപ്റ്റിംഗ് മാത്രം പോരാ, അതിൻ്റെ സ്റ്റേജിങ്, അതിൻ്റെ എക്സിക്യൂഷൻ, പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ഷൻ കിടിലനായിട്ട് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വരുള്ളൂ. ഞാനിത് പറയുന്നത് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ചെറിയൊരു പ്രിമൈസും ചെറിയൊരു പ്ലോട്ടും വെച്ച് നന്നായിട്ട് ചെയ്യാമെന്ന് പറയില്ല, ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. കാരണം ഇതിൽ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറേ ദുരൂഹമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്. ഒറ്റ നോട്ടത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഇവരുടെ എല്ലാവരുടെയും തന്നെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ തന്നെ അതിനെ ഉപകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോരുത്തരെയും ജഡ്ജ് ചെയ്യുന്നൊരു വിധം, അവരെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി കണ്ട് ആ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ പേര് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ വിസിബിളി നമുക്ക് അവരുടെ മൈൻഡിൽ സെറ്റാവും. സോ ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഓരോ റോൾസ് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ വന്നു പോവുക, അല്ലെങ്കിൽ വെറുതെ ഒരു ക്യാരക്ടറിനെ അവിടെ സൈഡിൽ പ്ലേസ് ചെയ്യല്ല. ഈവൺ ഒരു സെക്യൂരിറ്റി മുതൽ ആ സിനിമയുടെ ആ ഒരു ഓഫീസിൻ്റെ MD വരെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് വെച്ച്, കണക്ഷൻ വെച്ച്, എങ്ങനെയെങ്കിലുമൊക്കെ ഇൻ്റർലിങ്ക് ചെയ്ത് ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ പ്ലേസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡയലോഗെങ്കിലും അവർക്ക് പ്രത്യേകം സിനിമയിൽ ഇൻപുട്ടോടെ പറയാനുണ്ടാവും. അങ്ങനെ വെച്ച് ഓരോ സീനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ചിത്രം എന്നെനിക്ക് തോന്നി. ആൻഡ് ഇതിൽ കുറേ നമുക്ക് അറിയാവുന്ന, കണ്ടുപരിചയമുള്ള കുറേ ഫേസസ് വന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള റോളും കൊടുത്ത്, എന്നാൽ അധികം അറിയാത്തവരെയാണ് കൂടുതലായിട്ട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ആ ഒരു മോഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവർക്ക് പെർഫോമേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്ക് കൊടുത്തിട്ടുള്ള റോളിൽ മാത്രം ലിമിറ്റഡ് ആക്കി നിർത്തി, അല്ലാതെ ഇപ്പോൾ കുറച്ച് വലിയൊരു ആക്ടർ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു റോള് കൊടുത്ത് മറ്റേ കഥയിലില്ലാത്ത വേറെ കാര്യങ്ങളൊന്നും കുത്തിക്കയറ്റാൻ സിനിമയിൽ ശ്രമിക്കുന്നില്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്കൊരു നീറ്റായിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെൽ എഡിറ്റഡ്. ഒരു സീൻ പോലും അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. സോ എല്ലാം കൊണ്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു സസ്പെൻസ് ത്രില്ലർ. ഇത് റീവാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റ് വാച്ചിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവേക്കാം. പക്ഷെ അങ്ങനെയല്ല, ചില സിനിമകൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു എന്തായിരിക്കും എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അവസാനം വരെ കണ്ടിരിക്കില്ല. അങ്ങനത്തെ രീതിയിലുള്ള നല്ലൊരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് ഈ സിനിമ. ആൻഡ് ഓൾസോ ഈ സിനിമയുടെ ടൈറ്റിൽ, അതെങ്ങനെ ഈ സിനിമയെ ഡിഫൈൻ ചെയ്ത് പോകുന്നു എന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ച് എനിക്കിതിൻ്റെ റൈറ്റിംഗ് ആണ് ഇഷ്ടമായത്. നന്നായിട്ട് ഇരുന്ന് റെഫറൻസ് എടുത്ത് കഷ്ടപ്പെട്ട് നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓവറായി പോകും. നടക്കാത്ത കാര്യങ്ങളാണ്, വെറുതെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റി എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ വളരെ നീറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്ത് അടിപൊളിയായിട്ടുള്ള, മേക്കിംഗ് നന്നായിട്ടുള്ള നല്ലൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.